4970.29 കോടി രൂപയുടെ കണക്ക്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി. കണക്കുകൾ കള്ളം പറയില്ല, കണക്കുകൾ സാക്ഷികളുമാണ്. നേരം കെട്ട കാലത്തെ ജ്വൽപ്പനങ്ങളെ വേരോടെ പിഴുതെറിയാൻ മാത്രം ശേഷിയുള്ള കണക്കുകൾ. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്കെതിരെ വ്യാപകമായ ആരോപണങ്ങൾ ഉയർന്നിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് 14 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി സുരക്ഷിതമല്ല എന്ന തോന്നൽ ജനങ്ങളിൽ ഉണ്ടാക്കാൻ മാത്രം പ്രാപ്തിയുള്ളതാണ് ഈ ആരോപണങ്ങളെല്ലാം തന്നെ. ഇവിടെയാണ് ഈ കണക്കുകൾ പ്രസക്തമാകുന്നത്. ദുരിതാശ്വാസ നിധി സുരക്ഷിതമാണോ? ദുരിതാശ്വാസ നിധിയിൽ മുഖ്യമന്ത്രിക്കോ അതോ വേണ്ടപ്പെട്ടവർക്കോ പണം വെട്ടിക്കാനാകുമോ? ആദ്യം പരിശോധിക്കേണ്ടത് എന്താണ് ദുരിതാശ്വാസ നിധി എന്നാണ്. പ്രകൃതി ദുരന്തമോ വലിയ അപകടമോ സംഭവിക്കുമ്പോൾ അവിടെയുള്ള ജനങ്ങൾക്ക് നേരിട്ട് സഹായം എത്തിക്കാൻ രാജ്യത്തെമ്പാടുമുള്ള സംവിധാനമാണ് ദുരിതാശ്വാസ നിധി. ഇവ 2 തലങ്ങളിലാണ്. ഒന്ന് പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി, മറ്റൊന്ന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ഓരോരോ സംസ്ഥാനങ്ങൾക്കുമുണ്ട്. അത് അതത് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയാണ്. കേരളത്തിലേക്ക് വരുമ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്നത് കേവലം പിണറായി വിജയന്റെയോ അഥവാ ഇടതുപക്ഷ സർക്കാരിൻ്റെയോ മാത്രം ദുരിതാശ്വാസ നിധിയല്ല, നിലവിലെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയാണ്. അതുകൊണ്ട് തന്നെ ആരോപണങ്ങളിലെ ആദ്യത്തെ വാദം അവിടെ തകരുകയാണ്. ഇനി ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട കണക്കുകൾ ജനങ്ങൾ അറിയുന്നില്ല എന്നതാണ് രണ്ടാമത്തെ വാദം. ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട കണക്കുകൾ വിവരാവകാശ സംവിധാനം വഴി ലഭ്യമാകുമെന്നതാണ് അതിനുള്ള മറുപടി. ആരോപണങ്ങൾ പരക്കെ ഉയരുമ്പോൾ സ്വാഭാവികമായും ഉയർന്നുവരുന്ന സംശയമാണ് പ്രളയകാലത്തെ തുക അടിച്ചു മാറ്റിയോ എന്നത്. 2018 ജൂലൈ മാസം 27-ാം തീയതി മുതൽ 2020 മാർച്ച് മാസം 26-ാം തീയതി വരെയുള്ള മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ലഭ്യമായ ആകെ തുക എന്നത് 4970.29 കോടി രൂപയാണ്. അതിൽ പ്രളയബാധിതർക്ക് നൽകിയ തുക 4720.83 കോടി രൂപയാണ്. ദുരിതാശ്വാസ നിധിയിൽ നിന്നും മുഖ്യമന്ത്രിക്കോ അതോ അദ്ദേഹത്തിന് വേണ്ടപ്പെട്ടവർക്കോ രാഷ്ട്രീയ പ്രവർത്തകർക്കോ തുക മാറ്റാൻ സാധിക്കുമോ എന്നതാണ് അടുത്ത സംശയം. അതിനായി ദുരിതാശ്വാസ നിധി കൈകാര്യം ചെയ്യപ്പെടുന്നത് എപ്രകാരമാണ് എന്ന് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. CAG ഓഡിറ്റിങ്ങിന് വിധേയമാണ് ദുരിതാശ്വാസ നിധി. അതായത് ഏറെ സുതാര്യമാണ് ഇതെന്ന് പറയാം. മാത്രമല്ല ദുരിതാശ്വാസ നിധി അഥവാ മുഖ്യമന്ത്രിയുടെ CMDRF കേരള നിയമസഭയുടെ സൂക്ഷ്മതയ്ക്ക് വിധേയമാണ്. ധനകാര്യ അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ പേരിലാണ് ഇത് സൂക്ഷിച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ രാജേഷ് കുമാർ സിംഗിനാണ് ഇതിന്റെ ഉത്തരവാദിത്വം. ഫണ്ട് പൂർണ്ണമായും നിയന്ത്രിക്കുന്നത് റവന്യൂ വകുപ്പാണ്. അങ്ങനെയെങ്കിൽ സ്വാഭാവികമായും ഉയർന്നുവരുന്ന അടുത്ത ചോദ്യം, CMDRF ബാങ്കിന്റെ ചുമതലയുള്ള ധനകാര്യ സെക്രട്ടറിക്ക് പണം ആരുടെയെങ്കിലും നിർദ്ദേശപ്രകാരം പിൻവലിക്കാൻ സാധിക്കില്ലേ എന്നതാണ്. എന്നാൽ അവിടെയുമുണ്ട് ചില തടസ്സങ്ങൾ. പണം വിനിയോഗത്തിന് അതത് സമയങ്ങളിൽ റവന്യൂ സെക്രട്ടറി ഒരു സർക്കാർ ഉത്തരവിറക്കണം. ഈ വിവരങ്ങൾ അതത് സമയങ്ങളിൽ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുകയും വേണം. ഇതേ വെബ്സൈറ്റിൽ നിന്ന് തന്നെ പൊതുജനങ്ങൾക്ക് ദുരിതാശ്വാസ നിധിയിലേക്ക് ലഭിക്കുന്നതും ചെലവഴിക്കുന്നതുമായ തുകയുടെ വിശദാംശങ്ങൾ ലഭിക്കുന്നതാണ്. 2018-2019 കാലഘട്ടത്തിലെ ദുരിതാശ്വാസ നിധി സമാഹരണം പരിശോധിക്കുമ്പോൾ പേയ്മെന്റ് വഴി ആകെ ലഭ്യമായത് 230 കോടി രൂപയാണ് എന്ന് കാണാം. പൊതുജനങ്ങളിൽ നിന്ന് പലവിധ മാർഗങ്ങൾ വഴി ലഭിച്ചത് 313.32 കോടി രൂപയാണ്. ജീവനക്കാരുടെ സാലറി ചലഞ്ച് വഴി 1246.98 കോടി രൂപ, ഫെസ്റ്റിവൽ അലവൻസിൽ നിന്ന് 117.69 കോടി രൂപ, കെയർ ഹോമിൽ നിന്ന് 52.69 കോടി, മദ്യവിൽപ്പനയിൽ അധിക നികുതി ഏർപ്പെടുത്തിയത് വഴി 308.68 കോടി. അങ്ങനെ ആകെ ലഭിച്ചത് 4970.29 കോടി രൂപ. ഈ തുകയുടെ എല്ലാം തന്നെ ചെലവഴിക്കൽ പരിശോധിക്കുമ്പോൾ 2018 പ്രളയം ബാധിച്ച കുടുംബങ്ങൾക്കുള്ള അടിയന്തര സാമ്പത്തിക സഹായത്തിനായി 6200 രൂപ വീതം ഓരോരുത്തർക്കും നൽകിയത് വഴി 457.58 കോടി രൂപ ചെലവായിട്ടുണ്ട്. വീട്, ഭൂമി എന്നിവയ്ക്കായി 2503.53 കോടി രൂപ ചെലവായിട്ടുണ്ട്. കിറ്റ് വിതരണത്തിനായി 54.46 കോടി രൂപ, കാർഷിക വിളയുമായി ബന്ധപ്പെട്ട് കൃഷി വകുപ്പിന് 54 കോടി രൂപ, അരി വിതരണത്തിനായി സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ നൽകിയത് 9.4 കോടി രൂപ, ഡയറക്ടറേറ്റ് ഓഫ് അഗ്രികൾച്ചറിന് 85.6 കോടി രൂപ, കെയർ ഹോം പദ്ധതിക്ക് 52.69 കോടി രൂപ, കുടുംബശ്രീക്ക് 336 കോടി.
ചെറുകിട സംരംഭകർക്കായി 26.3. ഇതിനെല്ലാം പുറമെ പ്രളയത്തിൽ ഒരുപാട് പേർക്ക് അവരവരുടെ സർട്ടിഫിക്കറ്റുകൾ നഷ്ടപ്പെട്ടിരുന്നു. ആ സർട്ടിഫിക്കറ്റുകൾ ഓൺലൈൻ വഴി ലഭ്യമാക്കുന്നതിനായി നിരവധി തുകയാണ് സർക്കാരിൽ നിന്നും ചെലവാക്കുന്നത്. കഴിഞ്ഞ ദിവസം ജൂലൈ മാസത്തെ മാത്രം ദുരിതാശ്വാസ നിധി കണക്ക് മാതൃഭൂമി പത്രം പുറത്തുവിട്ടിരുന്നു. അതുപ്രകാരം 3,33,60,800 കോടി രൂപയാണ് 966 പേർക്കായി ചെലവാക്കിയത് എന്ന് കാണാം. ഈ കണക്കുകൾ ജില്ലാ തലത്തിൽ പരിശോധിക്കുമ്പോൾ തിരുവനന്തപുരത്ത് 88 പേർക്കായി 35,99,000 രൂപ, കൊല്ലത്ത് 24 പേർക്ക് 8,80,000 രൂപ, പത്തനംതിട്ടയിൽ 23 പേർക്കായി 5,89,000 രൂപ, ആലപ്പുഴയിൽ 16,93,000 രൂപ, കോട്ടയത്ത് 12,28,000 രൂപ, ഇടുക്കിയിൽ 13,21,000 രൂപ, എറണാകുളത്ത് 14,58,000 രൂപ, തൃശ്ശൂരിൽ 1,21,62,000 രൂപ, പാലക്കാട് 47,46,000 രൂപ, മലപ്പുറത്ത് 9,28,000 രൂപ, കോഴിക്കോട് 9,18,000 രൂപ, വയനാട് 10,90,000 രൂപ, കണ്ണൂർ 16,22,000 രൂപ, കാസർഗോഡ് 11,34,000 രൂപ. ദുരിതാശ്വാസ നിധി സുരക്ഷിതമാണ്. കണക്കുകൾ കള്ളം പറയില്ല. രേഖകളും സാക്ഷികൾ തന്നെയാണ്. ദുരന്തമുഖത്ത് ഒരുമിച്ച് നിൽക്കേണ്ടത് ഏവരുടെയും ഉത്തരവാദിത്വമാണ്. ഇത്തരം സന്ദർഭങ്ങളിൽ പിന്തിരിപ്പൻ ആശയങ്ങൾക്കും ആരോപണങ്ങൾക്കും എതിരെയുള്ള കൃത്യമായ അന്വേഷണം നടത്തി തീരുമാനമെടുത്ത് മുന്നോട്ടു പോവുക എന്നത് മാത്രമാണ് നമുക്ക് ചെയ്യാനാവുക.